ഹലോ, വെൽക്കം ടു A2G അറ്റ്ലിയർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് മക്കളെ. ഇടിയൻ ചക്ക കൊണ്ടുള്ള ബിരിയാണി. ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ നാട്ടില്, അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടാവട്ടെ ഈ ബിരിയാണി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടിയും ടച്ച് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇടിയൻ ചക്ക ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിയൻ ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് നന്നാക്കി എടുക്കാം, കഷ്ണങ്ങളായിട്ട് എടുക്കാം. ഈ ഒരു വലിപ്പത്തിലായി ആണ് ഞാൻ നന്നാക്കി എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക ഉപ്പ്. പിന്നെ നമുക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പച്ച മണവും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മുളഞ്ഞീനൊക്കെ ഉള്ളതല്ല, അതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കത് നന്നായി കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, 2 ഗ്ലാസ്സോളം. പിന്നെ നമുക്കിത് സ്റ്റവ് കത്തിച്ച് അടപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിലോളം അല്ലെങ്കിൽ 1 വിസിലായാലും മതി. നമുക്ക് ഓഫ് ചെയ്യാം, അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് തണുത്തിട്ടുണ്ട്, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി സ്മാഷ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് സ്മാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിൽ ജാറിലിട്ടിട്ട് സ്മാഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മിക്സിയിൽ ജാറിലിടുമ്പോൾ നന്നായി അടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എല്ലാവരും. കണ്ട ഈ ഒരു പരുവത്തിൽ നന്നായി അടിച്ചെടുക്കുക. ഇനി നമുക്കിതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സബോള 2 സബോളകൾ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറി ലീവ്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അത് യൂസ് ചെയ്യാം. അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു നല്ലൊരു ഫ്ലേവർ തരും. നന്നായി ഒരു ബ്രൗൺ നിറാവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിയൻ ചക്ക ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ 2 കപ്പ് ജീര റൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബിരിയാണിയിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സബോള നന്നായി ബ്രൗൺ കളർ ആവണ വരെ ഗാർണിഷിന് വേണ്ടി അത് ഞാൻ മുമ്പ് തന്നെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്ത് വയ്ക്കും. അത് ജസ്റ്റ് ബ്രൗണിഷ് ആവണ വരെ ഗോൾഡൻ നിറനായി അത് കോരി മാറ്റിയെടുത്ത് വയ്ക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ കഴിയും ഇത്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റ് വീണ്ടും ചെയ്യേണ്ടി വരില്ല. അപ്പം ഞാൻ ഈ നെയ്യൊന്നും വേസ്റ്റ് ആവില്ല, ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാവും, റൈസ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ. ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുക്കാം, ഉണക്ക മുന്തിരിയും. എന്നിട്ട് അതും ബ്രൗൺ നിറാവണ വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അത് മാറ്റി വയ്ക്കാം നമുക്ക് കോരി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ബിരിയാണി ആയി കഴിയുമ്പോൾ അതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാത്രം യൂസ് ചെയ്യണം. പിന്നെ ആ ഉപയോഗിച്ച നെയ്യും എല്ലാം വേസ്റ്റ് ആവുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, എല്ലാ സ്പൈസസും, ജാതിക്കരുത്, ഏലക്കായ, പെരിഞ്ചീരം കുറച്ച് അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ബിരിയാണിയിൽ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക നെയ്യിൽ കിടന്നിട്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വാട്ടറാണ് ഞാൻ 1 കപ്പ് അരിക്ക് എടുത്തോണം. അങ്ങനെ 3 കപ്പ് വെള്ളം, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമ്മൾ എസെൻസ് ഒന്നും അങ്ങനെയൊന്നും യൂസ് ചെയ്യണില്ല, ഫുഡ് കളറൊന്നും. അതിന് പകരമാണ് അതിലേക്ക് കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക. കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിടാം. വിസിൽ നന്നായി പോയിട്ടുണ്ട്. റൈസ് ആയിട്ടുണ്ടോ എന്ന് നോക്കാട്ടോ നമുക്ക്. റൈസ് വേണ്ട, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് റൈസ്. ഇനി നമുക്കതൊന്ന് ദമ്മിടുന്ന പോലെ ചെയ്യാം. ജസ്റ്റ് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്കിനി ബിരിയാണി ചക്ക ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ ലെയർ പോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി ചക്കയുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയർ റൈസും കൂടി ഇടാം. അതിൻ്റെ മേലെ നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള എല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അത് അടച്ച് വെക്കട്ടോ. വിസിലിടാതെ അടച്ച് വെക്കണം ഒരു 5 മിനിറ്റ് നേരം. അപ്പോൾ അത് നല്ല ആവിയൊക്കെ വന്ന് അതിൽ കറക്റ്റായി പിടിച്ചോളും. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക ബിരിയാണി തയ്യാറായി. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വെറുതെ പറയില്ല, അത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. വെജിറ്റേറിയൻസൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യാനൊന്നും പറയണ്ട ആരോടും. ഇത് അത്രയും ടേസ്റ്റുള്ള ശരിക്കും ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഒരു നോൺ വെജ് ബിരിയാണി, മട്ടൻ ബിരിയാണി, അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ചക്കര സീസണാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആരും മറക്കരുത്, ഇത് നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പറയല്ലത് ഇത് ഇത്രയും നല്ല ബിരിയാണിയാണെന്നൊന്നും.
അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.